ഹലോ, ഗുഡ് മോർണിംഗ്. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കണ്ടോ, ചായ കുടിക്കുകയാണ്. ഇത് ആസാമിൽ നിന്ന് കിട്ടിയ ചായയാണ്, പുതിയ ചായ, ആദ്യം ഉണ്ടാക്കിയത്. അപ്പം നിങ്ങളുമായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ചായ എങ്ങനെ കിട്ടി, എന്ത് ചെയ്യുന്നു നമുക്കൊന്ന് കാണാം. എങ്ങനെ ചായ ഉണ്ടാക്കിയ ഇവയൊക്കെ ഒന്ന് കാണാം. ഇത് കണ്ടോ, ഒരു പാക്കറ്റ്. ഇതാണ് ഇന്നത്തെ വീഡിയോയുടെ താരം. ഇത് തേയിലപ്പൊടിയാണ് കേട്ടോ. ഇത് കമ്പനിയിൽ നിന്ന് നന്നായിട്ട് പാക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കിട്ടിയ തേയിലപ്പൊടിയാണ്. ഇത് ആസാമിൽ നിന്നുള്ള തേയിലപ്പൊടിയാണ്. അപ്പോൾ ഇതും കൊണ്ടാണ് ഇന്ന് ചായ വയ്ക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഇത് ഈ പാത്രത്തിലേക്ക് നമുക്കൊന്ന് മാറ്റാം. നമുക്ക് കിട്ടിയപ്പോൾ ഈ ചായപ്പൊടി കൊണ്ടൊരു ചായ കുടിക്കാൻ കൊതി. അപ്പോൾ നമുക്ക് ഇവിടെ വെള്ളം ഞാൻ തിളയ്ക്കാൻ തുടങ്ങുന്നുണ്ട്. ഇതിലേക്ക് ഒരു സ്പൂൺ ഇടാം. ഒരു ഗ്ലാസ് വെള്ളം മിച്ചോടെ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ച് 2 ചായ ആക്കണം. അപ്പോൾ നമുക്ക് 2 സ്പൂൺ പൊടി ഇട്ട് കൊടുക്കാം. എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ, ആദ്യത്തെ ഉണ്ടാക്കലല്ലേ. 2 ദിവസം ഉണ്ടാക്കുമ്പോഴല്ലേ നമുക്ക് അതിൻ്റെ കടുപ്പൊക്കെ മനസ്സിലാവുള്ളൂ. നമ്മുടെ തേയിലപ്പൊടിയല്ല, ആസാം തേയിലയാണ്, വേറെ തേയിലപ്പൊടി. ഇത് കണ്ടോ, ഇത് പൊടിത്തേയിലയല്ല, തരിത്തേയിലയാണ്. അതുകൊണ്ടാണ് ഞാൻ 1 സ്പൂൺ നിറച്ചിട്ടത്. കടുപ്പം കുറവായിരിക്കും. ഇത് പൊടി തമ്പ് ഇലയല്ലേ, ഇല ചായ ആയിരിക്കും. ഇച്ചിരി കൂടുതൽ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. അത് കുറച്ച് നമ്മൾ ഇതിനകത്തോട്ട് എടുത്ത് വെച്ചു. ബാക്കി നമുക്ക് ഭദ്രമായിട്ട് സീൽ ചെയ്ത് വയ്ക്കാം. നമ്മൾ ഈ പാത്രത്തിൽ എടുത്ത് വെച്ചു. ഇനി നമുക്കിതൊന്ന് സീൽ ചെയ്യാം. അലുമിനിയം ഫോയിൽ പേപ്പർ വെച്ചു. ഇനി നമുക്ക് മുറുക്കി അടച്ച് സൂക്ഷിക്കാം. ബാക്കി മുറിച്ചും കളഞ്ഞു. നന്നായിട്ട് കാറ്റ് കയറാതെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീരുമ്പം കുറച്ചേ എടുത്താൽ മതി. ചായ നന്നായിട്ട് തിളച്ച് കടുപ്പത്തി വന്നിട്ടുണ്ട്. 1 കപ്പ് വെള്ളം വെച്ച് നമുക്കൊരു 1/2 കപ്പ് മിച്ചം പാലും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഒന്ന് തിളച്ച് വരട്ടെ. ചായയിലേക്ക് പാലൊഴിക്കുന്നതാണ് ചായയ്ക്ക് ടേസ്റ്റ്. ചായ തിളച്ച് പൊന്തി വന്നു, ഓഫാക്കാം. ഇനി നമുക്ക് കപ്പിലേക്ക് പകരാം. ചായ റെഡിയായി. മധുരമൊന്നും വേണ്ട. മധുരം കഴിച്ചാൽ നമ്മൾ ചായ കുടിക്കുന്നതിൻ്റെയും പാല് കുടിക്കുന്നതിൻ്റെയും ഫലം പോകും. അപ്പോൾ നമുക്ക് മധുരമൊന്നും ഇല്ലാതെ ചായ രാവിലെ കഴിക്കാം. ഇനി നമുക്ക് ചൂടോടെ ചായ കുടിക്കാം.